ഓം ശ്രീ ആഞ്ജനേയ നമ. MSV4 ഓസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ MS വിനീത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അമാവാസി ദിനത്തിനെ പറ്റിയാണ്. അതുമായി ബന്ധപ്പെട്ട വ്രതം, എന്താണ് ഈ വ്രതം കൊണ്ടുള്ള നേട്ടം, ഇതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അതുപോലെ അമാവാസി ദിനത്തിൽ ജനിച്ച ഒരാൾക്ക് പൂർണ്ണമായി ദോഷമുണ്ടോ, എങ്ങനെ ആ ദോഷം മാറ്റാം. അപ്പോൾ അമാവാസി ദിനം, ഇതിന് കറുത്തവാവ് എന്ന് പറയുന്നു. എല്ലാ മലയാള മാസത്തിലും കൃഷ്ണപക്ഷം, ശുക്ലപക്ഷം ഇവ രണ്ടും ഉള്ളതാണ്. അപ്പോൾ കൃഷ്ണപക്ഷം മുതൽ ശുക്ലപക്ഷം വരെയുള്ള ആ ഒരു ടൈം, ആ ഒരു 15 ദിവസത്തിനെ നല്ല സമയമായും ചന്ദ്രൻ പൂർണ്ണ ശോഭയിലോട്ട് പോകുന്നു. അതുപോലെ ശുക്ലപക്ഷം മുതൽ കൃഷ്ണപക്ഷം വരെയുള്ള സമയത്തെ ചന്ദ്രന്റെ ശോഭ കുറഞ്ഞു വരുന്നു. അങ്ങനെ വാവ്, കറുത്ത വാവിൽ വരുമ്പോൾ ചന്ദ്രന് ഒട്ടും ശോഭയില്ലാതെ വരികയും ചന്ദ്രന് ഒട്ടും ബലമില്ലാതെ വരികയും ചെയ്യുന്നു. അതിനെയാണ് ആ ഒരു ദിവസത്തെ വാവ്, അമാവാസി, എല്ലാ മാസവും ഉണ്ടെങ്കിലും ഏറ്റവും പ്രാധാന്യം, അമാവാസിക്ക് ഏറ്റവും വ്രതമനുഷ്ഠിക്കാൻ പ്രാധാന്യമുള്ളത് കന്നിമാസം, അതുപോലെ കർക്കിടക മാസം, ഈ 2 മാസത്തിലാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. അപ്പോൾ ഈ മാസം, ഇപ്പോൾ മകരമാസം 16, ഇന്നാണ് അമാവാസി ദിനം. അപ്പോൾ ഈ വ്രതം എന്തിനാണ് അനുഷ്ഠിക്കുന്നത്? ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പ്രത്യേകിച്ച് ഈ അമാവാസി ദിനത്തിൽ ഒക്കെ ജനിച്ച ആളുകളാണെങ്കിൽ അവർക്ക് സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിയാതെ വരുന്നു. പ്രത്യേകിച്ച് ചന്ദ്രൻ നമ്മളുടെ ജീവിതത്തിൽ നല്ല ശ്രേണിയിൽ, നല്ല ബലവാനായി നിൽക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നതാണ്. ചന്ദ്രൻ അത്രയ്ക്ക് ശോഭനമായ ഒരു ജീവിതം കിട്ടുന്നതാണ് ചന്ദ്രൻ നല്ല രീതിയിൽ ഉച്ചസ്ഥായിൽ നിൽക്കുകയാണെങ്കിൽ. പക്ഷേ ചന്ദ്രൻ ബലക്ഷയത്തോടു കൂടിയാണ് നിൽക്കുന്നതെങ്കിൽ അത് ദോഷത്തിലേക്ക് പോകും. പ്രത്യേകിച്ച് നമുക്ക് സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിയാതെ വരുന്നു. മറ്റുള്ളവരുടെ തീരുമാനത്താൽ നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരുന്നു. അതിൻ്റെ മാനസികമായ ക്ലേശങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പിരിമുറുക്കങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഈ അമാവാസി ദിനത്തിലൊക്കെ ജനിക്കുന്നവര് അമാവാസി വ്രതം എടുക്കുന്നത്, അനുഷ്ഠിക്കുന്നത് വളരെ ഉത്തമമാണ്. ഈ അമാവാസി ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമിക്കും സൂര്യനും ഇടയിലായി ചന്ദ്രൻ വരികയും അങ്ങനെ ചന്ദ്രന്റെ ശോഭ തീർത്തും ഇല്ലാതെയാകുകയും ഭൂമിയിലെ സകല ജീവജാലങ്ങളിലേക്കും ചന്ദ്രന്റെ ആ ഒരു ഇൻഫ്ലുവൻസ് അത് കിട്ടുകയും ചെയ്യുന്നു, വളരെ നെഗറ്റീവായിട്ട് കിട്ടുകയും ചെയ്യുന്നു. ഈ ഒരു ദിനത്തില്, ഈ ഒരു കർത്തവാവ് ദിനത്തില് നമ്മൾ പ്രധാനമായും പിതൃപൂജ, മരിച്ചുപോയ ആളുകൾക്ക് പ്രീതി നേടിക്കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിതൃപൂജകളൊക്കെ ചെയ്യാവുന്നതാണ്. അത് ചെയ്യുക. അതുപോലെ ഈ വ്രതം അനുഷ്ഠിക്കുന്നത് കൊണ്ടുള്ള നേട്ടം, ശത്രുപരമായിട്ടുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടുന്നതാണ്. അതുപോലെ നമ്മളുടെ മാനസിക ക്ലേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നിവാരണം ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ അമാവാസി ദിനം, ഇതിൻ്റെ വ്രതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ വ്രതം അനുഷ്ഠിക്കുമ്പോൾ തലേ ദിവസം വൈകിട്ട് മുതൽ മത്സ്യമാംസാദികൾ ഒഴിവാക്കി, പരമാവധി മത്സ്യമാംസാദികൾ ഒഴിവാക്കി ഈ അമാവാസി ദിനത്തിൽ പൂർണ്ണമായും സസ്യാഹാരം മാത്രം കഴിക്കുക, അതും ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കുന്നതാണ് ഉത്തമം. അപ്പോൾ ഈ ഒരു ദിനം പ്രധാനമായും ദുർഗാദേവി ക്ഷേത്രത്തിൽ പോയി തൊഴുക, യഥാശക്തി വഴിപാട് സമർപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള മനസ്സിലുള്ള ആ ഒരു നെഗറ്റീവ്സ് ഒക്കെ മാറുന്നതാണ്. അതുപോലെ ചന്ദ്ര പ്രീതിയൊക്കെ കിട്ടാൻ സഹായിക്കുന്നതാണ്. അതുപോലെ പിതൃപൂജയും കാര്യങ്ങളും ഒക്കെ ഈ ഒരു ദിവസം ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതാണ് അമാവാസി ദിനം, ഇതിന്റെ വ്രതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ അമാവാസി ദിനത്തില് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇങ്ങനെയുള്ള വ്രതാനുഷ്ഠാനമാണ് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതുപോലെ ചന്ദ്രനെ പ്രീതിപ്പെടുത്താൻ, പ്രത്യേകിച്ച് ചന്ദ്രൻ പക്ഷബലമില്ലാതെ ജാതകത്തിലൊക്കെ നിൽക്കുകയാണെങ്കിൽ, ദോഷസ്ഥാനത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ ചന്ദ്രൻ
ദേവന്റെ മന്ത്രം നമുക്ക് ജപിക്കാവുന്നതാണ്. രതിശങ്ക തുഷാരാഭാം ക്ഷീരോദാർണവ സംഭവം നമാമി ശശനം സോമം ശംഭോർമ ഗുണഭൂഷണം. ഈ മന്ത്രം ദിവസവും ജപിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ മാറി നിൽക്കുന്നതാണ്. ചന്ദ്രപ്രീതി നേടേണ്ട അത്യാവശ്യമാണ്. ഇതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിനകത്തോട് പറഞ്ഞിട്ടുള്ളൂ. അപ്പം അമാവാസ്യ വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് അങ്ങനെയുള്ള ക്ലേശങ്ങൾ മാറുന്നു, ശത്രുപരമായ തടസ്സങ്ങൾ മാറുന്നു, അതുപോലെ പിതൃ സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിത്തരുന്നു. ചന്ദ്രന്റെ ബലക്ഷയമുള്ള സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ജാതകത്തിൽ, അതുപോലെ അമാവാസ്യ ദിനത്തിലാണ് ജനിച്ചതെങ്കിലും ഇങ്ങനെയുള്ള വ്രതം അനുഷ്ഠിക്കുന്നത് കൊണ്ട് വളരെ വളരെ ശ്രേഷ്ഠമാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ഇന്ന് അമാവാസ്യ ദിനമായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇന്ന് ചെയ്തത്. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.